വീഡിയോയുമായി എത്തിയിരിക്കുന്നു. ഒരു ലാപ്ടോപ്പിൻ്റെ അകത്ത് നമ്മൾ PDF എല്ലാം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൻ്റെ പേരാണ് അഡോബ് റീഡർ. അതെങ്ങനെയാണ് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് നോക്കാം. നമ്മൾ ആ ഫയൽ ഇപ്പം നമുക്ക് മെയിലിൽ ഒരു അഡോബ് റീഡർ PDF ഫയൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആകുന്നത് ഗൂഗിൾ ക്രോമിൻ്റെ അകത്ത് ഓപ്പൺ ആവും. ഗൂഗിൾ ക്രോമിൻ്റെ അകത്തും ഓപ്പൺ ആവും, മോസില്ല ഫയർഫോക്സിൻ്റെ അകത്തും ഓപ്പൺ ആവും. പക്ഷേ അത് അവരെ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഓപ്പൺ ആവുന്നത്. നമുക്കൊരു ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് അഡോബ് റീഡർ എന്ന് പറയും. ഈ ഗൂഗിൾ എടുത്തിട്ട് ഇവിടെ അഡോബ് റീഡർ എന്ന് അടിക്കാം. അഡോബ് റീഡർ എന്ന സോഫ്റ്റ്വെയർ ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ എടുക്കാം, ഡൗൺലോഡ് ഫോർ അഡോബ് റീഡർ ക്ലിക്ക് ചെയ്യാം. പിന്നെ അവരുടെ സൈറ്റിൻ്റെ അകത്തേക്ക് പോയിട്ടുണ്ട്. ഇപ്പം അവർ സൈറ്റിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ടിക്ക് ഒഴിവാക്കണം. ഇവിടെ ഈ രണ്ട് സാധനവും അതിൻ്റെ ഇൻസ്റ്റലേഷൻ ആവശ്യമില്ല. എന്താ പറയുക, ഒരു മെക്കഫി പറഞ്ഞ ആൻറ്റിവൈറസ് ആണ് അവരത് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് അഡോബ് ജെന്യൂൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അതും വേണ്ട. നമുക്ക് ഇത് മാത്രം മതി, അഡോബ് റീഡർ മാത്രം മതി. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡോബ് റീഡറിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആവും ഓട്ടോമാറ്റിക്കലായിട്ട്. ജസ്റ്റ് ചെറിയ ഫയലായിട്ടാണ് ഡൗൺലോഡ് ആയി. ഇത് നമ്മൾ ലിങ്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ എസ് കൊടുക്കാം. നെറ്റിൻ്റെ സ്പീഡ് പോലെ ഇരിക്കും ഇൻസ്റ്റലേഷനും സ്പീഡ്. ഏറ്റവും നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ പെട്ടെന്നാവും, അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും. നമുക്ക് അതൊന്ന് ഓപ്പൺ ആക്കി വെക്കാം. ഇവിടെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി ഫിനിഷ് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ അഡോബ് റീഡർ സെലക്ട് ചെയ്യാം. ഇവിടെ സെലക്ട് ഡിഫാൾട്ട് കൊടുക്കാം. അഡോബ് റീഡർ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സോഫ്റ്റ്വെയർ എല്ലാ സിസ്റ്റത്തിലും, എല്ലാ പുതിയ ലാപ്ടോപ്പിലെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് നോക്കും കേട്ടോ. പുതിയ ലാപ്ടോപ്പിൽ, നിങ്ങൾ വാങ്ങിച്ച ലാപ്ടോപ്പിൽ ഇങ്ങനെയൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കും കേട്ടോ. ഓക്കെ, ബൈ.